നീ എവിടെ പിള്ളേ? പണിയിലാണ്. എന്താ പറഞ്ഞോ? നീ അർജന്റായിട്ട് മെഡിക്കൽ കോളേജ് വരെ ഒന്ന് വരുമോ? കുറച്ച് ബ്ലഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ശരി, ഞാൻ വരാം. ആ ശരി, ഓക്കെ. ആ ബഷീറാക്കാ, എനിക്ക് അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണ്ടിരുന്നു. അപ്പൊ പണിയോ ചങ്ങായി തീർക്കണ്ടേ? ഞാൻ വന്നിട്ട് തീർത്തരാം. ആയിക്കോട്ടെ, രാത്രി ആണെങ്കിൽ ഞാൻ തീർത്തരാം. എന്നാ പോയി വാ, എന്റെ കാര്യം നടക്കട്ടെ. ആ അവിടെ മതിയടാ. ശരി കേട്ടോ. എന്തേ എന്താ കുറച്ച് ക്യാഷ് മിണ്ടായിരുന്ന പിന്നെ പണിയൊക്കെ ലീവാക്കി വന്നു. പണി ലീവാക്കുക ഒരാവശ്യത്തിന് പൈസക്ക് വേണ്ടിയിട്ടാണ്. നോക്കെ കാണാം കേട്ടോ. ആവശ്യൻ്റെ വിളി. ഓക്കെടാ, ശരി. കയറിയിരിക്കും. അയിമ ഇരിക്കണ്ട, ഇപ്പൊ തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളു. അങ്ങോട്ട് നിന്നോ. അല്ല കൂലിപ്പണിയൊക്കെ ഉണ്ടപ്പോ? കുറവാണ്. ആയ കാലത്ത് 4 അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ അവന്റെ മാതിരി കണക്ക് നടക്കായിരുന്നില്ലേ? ഇപ്പൊ കണ്ടന്റെ മൂട്ടിൽ ഒട്ടി പിടിച്ച് ഇങ്ങനെ നടക്കുക. അച്ഛാ, നിങ്ങൾ എന്തൊക്കെയാ പറയണേ? എന്തേ ഉണ്ടായിരുന്നോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നിപ്പോ നിങ്ങൾ ഇരിക്കണതേ ആ കൂലിപ്പണിക്കാരന്റെ ശരീരത്തിലെ ചോര നിങ്ങളെ ശരീരത്തിൽ ഓടണോണ്ടാ. നിങ്ങൾ പറഞ്ഞ കോട്ട് സൂട്ട് ഇട്ട ആൾക്കാരൊന്നും ആ നേരത്തിന് കണ്ടില്ല. ഈ നിൽക്കണ കൂലിപ്പണിക്കാരനെ ആ നേരത്തെ ഉണ്ടായുള്ളൂ ഒന്ന് ഓടിപ്പാഞ്ഞെത്താൻ. മോനെ, മോനോട് ക്ഷമിക്കും. ഞാൻ അതൊന്നും അറിയാതാണ് മോനോട്. എന്നോട് ക്ഷമിക്കും മോനെ. സാരല്ല, എനിക്കങ്ങനെ ആളെ വ്യത്യാസമൊന്നുമില്ല. എന്തിനായാലും നമ്മുടെയൊക്കെ ശരീരത്തിൽ വന്ന ചോരയുടെ നിറം അതൊന്നും തന്നെയല്ലേ. ചോപ്പ് അതിന് മാറ്റമൊന്നുമില്ലല്ലോ. മനസ്സിലല്ലേ മാറ്റൊക്കെ. സാരല്ല. മോന് നല്ല മനസ്സാണ്. മോൻ നന്നായി വരും.